മരണം വരെ ഞങ്ങളുടെ നേതാവ് കെ സി വേണുഗോപാൽ. ആലപ്പുഴയിൽ ആലപ്പുഴ ഇത്തരം പരിപാടികളൊന്നും നടക്കത്തില്ല. ആണോ? അല്ലല്ലോ. ഫ്ലക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി കെ സി വേണുഗോപാൽ ആവുകയാണെങ്കിൽ എങ്ങനെയാണ് ലീഗലി ആവുക? ബിക്കോസ് അദ്ദേഹം MLA അല്ലല്ലോ, MP അല്ലേ? യോഗത്തിന്റെ അധ്യക്ഷനായി ശ്രീ ആന്റോ ആന്റണി MBA. ഇലക്ഷന് മുമ്പ് രാഷ്ട്രീയ കക്ഷികളുടെ അടി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇലക്ഷന് ശേഷം വിജയിച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അടി നടക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി ആയിരിക്കണം. അല്ലാത്ത വേറെ ഒരു കക്ഷിക്കിടയിൽ ഇതുപോലൊരു അടി നടക്കത്തില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ കേരളത്തിൽ വിജയിച്ചിരിക്കുന്നത് പ്രതിപക്ഷം അത്ര സ്ട്രോങ് ആയതുകൊണ്ടും പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങൾ ജനങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടും ഒന്നുമല്ല. ഇവിടെ ഭരിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷി ഒട്ടും കൊള്ളാത്തത് കൊണ്ടും ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ടും അവരൊരിക്കലും ഭരണം ആഗ്രഹിക്കുന്നില്ല, അർഹിക്കുന്നില്ല എന്ന ഒരു ഉത്തമമായിട്ടുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടുമാണ് അവർ തോറ്റതും നിങ്ങളെ മുന്നിലേക്ക് വന്ന് കയറിയതും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ല നിങ്ങളുടെ പ്രതിപക്ഷം സ്ട്രോങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരളത്തിൽ 3 BJPക്ക് സീറ്റ് ലഭിക്കത്തില്ലായിരുന്നു. ഇതുവരെ ലഭിക്കാത്ത സീറ്റ് BJPക്ക് ഈ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധത കൊണ്ട് മാത്രമാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കാണിക്കുന്ന അടിയും ഇടിയും വെടിയും ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു പാർട്ടി കിട്ടാവുന്നതിന്റെ മാക്സിമം സീറ്റ് അടിച്ച് കയറ്റി ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു കോൺഗ്രസ് പാർട്ടി വരുന്നത്. അങ്ങനെ ഒരു കിട്ടാവുന്നതിന്റെ എല്ലാം മാക്സിമം സ്ട്രെങ്തിലേക്ക് ഉയർന്നു നിൽക്കുമ്പോഴത്തേക്കിന് തമ്മിലടി, അടി ഇടി വെടി പുക, ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി ആരാവണം? VD ആവണോ, RC ആവണോ, അതോ KC ആവണോ? എനിക്ക് അറിയാൻ വയ്യ. നിങ്ങൾക്കിടയിലൊരു തീരുമാനം. നിങ്ങൾ കാര്യം ചെയ്യും. നിങ്ങൾ 3 പേരും കൂടെ, അല്ല നിങ്ങൾ ഒരു 5 പേരെ സെലക്ട് ചെയ്യും. 5 പേരും കൂടെ 5 വർഷം ഭരിക്കും. ആൾക്കൊരു വർഷം വെച്ച് 5 വർഷം ഭരണം കൊടുക്കും. ഇതുപോലെ തമ്മിലടിയും ഇതുപോലെ ഒരു മുന്നണിയും കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയുടെ കയ്യിലേക്ക് കേരളം ഭരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാർ എന്തുവാണ് ചെയ്തു വെച്ചത് അതിന്റെ ഡബിൾ ഉണ്ടാക്കിയിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് 10 വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ തമ്മിലടി കാരണം ചിലപ്പോൾ അത് 2.5 വർഷം കൊണ്ട് തന്നെ ഇറങ്ങിപ്പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം ഇവർ ഭരണപക്ഷത്ത് ഇരിക്കുമ്പോഴത്തേക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറുതെ ഇരിക്കത്തില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിലപാടുകൾ പറയാനും അതിനെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടാനും ഒരു കഴിവുണ്ട്. അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ട കാര്യമാണല്ലോ. എന്നാൽ ഇവർക്കൊരു വ്യക്തമായ നേതൃത്വ മുന്നണി ഉണ്ടോ? എനിക്കറിയത്തില്ല. നേതൃത്വ മുന്നണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഫ്ലെക്സ് വെക്കുകയും സ്വന്തമായിട്ട് ഞങ്ങളുടെ നേതാവാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് ഒരു സംഭവം നടക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തോണ്ട് മൂവാറ്റുപുഴയിൽ അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു തൊട്ടപ്പുറത്തോണ്ട് ആലുവയിൽ അല്ല ഇവനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു, കാസർഗോഡ് അല്ല അവനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രവർത്തനം. അങ്ങനെ ഓരോ മുക്കിനും മൂലയിലും ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാണെന്നുള്ളൊരു കാര്യം. ഒരു AI ക്രിയേറ്റഡ് വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ 3-4 ക്ലിപ്പ് കാണിക്കാം. അത് AI ക്രിയേറ്റഡ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് പ്രോപ്പറായിട്ട് കേരളത്തിന്റെ സ്ഥിതി എന്തുവാണെന്ന്. ഒരു CM ബോർഡും ഉണ്ട്. അത് 3 പേരും കിടന്ന് കടിപിടി കൂടുന്നൊരു പരിപാടി. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് വെക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഫ്ലെക്സ് വെക്കുന്നത് ഞാൻ ഓരോ ക്ലിപ്പുകളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മരണം വരെ ഞങ്ങളുടെ നേതാവ് കെ സി വേണുഗോപാൽ. ആലപ്പുഴ ഇത്തരം പരിപാടികളൊന്നും നടക്കത്തില്ല. കെ സി വേണുഗോപാൽ ഞങ്ങളുടെ നേതാവാണ്. എന്താണ് കെ സി വേണുഗോപാൽ ഞങ്ങളുടെ നേതാവാണ്. മരണം വരെ ഞങ്ങളുടെ നേതാവ് കെ സി വേണുഗോപാൽ. ആലപ്പുഴ ഇത്തരം പരിപാടികളൊന്നും നടക്കത്തില്ല. എന്തുവാടെ ഈ കാണിക്കുന്നത്? ഒരു പാർട്ടി ജയിച്ചിട്ട് ആ ജയത്തിന്റെ ഒരു സാമാന്യ മര്യാദ എങ്കിലും കാണിക്കണ്ടേ? ആ ക്വാളിറ്റി എങ്കിലും കാണിക്കണ്ടേ? നിങ്ങൾക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ചിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ തമ്മിലടി കാണാൻ വേണ്ടി, അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് 2-3 ദിവസമേ ഉള്ളൂ, അപ്പൊ തന്നെ ഇവരുടെ തമ്മിലടി തുടങ്ങുന്ന ആലോചിച്ച് നോക്കുക. എത്രത്തോളം ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ നിൽക്കുന്നതെന്ന്, മുന്നണിയിൽ നിൽക്കുന്നതെന്നും നേതാവായിട്ട് നിൽക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നത്. ഇവരിപ്പോ പറയുന്ന കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം.
ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേന് മിനിമം കേരള രാഷ്ട്രീയത്തിനകത്ത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വാതുറക്കുകയും അതിന് വേണ്ടിയിട്ട് കാര്യപ്രാപ്തിയോടെ പല കാര്യങ്ങളും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക്, അതായത് കോൺഗ്രസിന് ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല, കമ്മ്യൂണിസ്റ്റിന് ഒരു കാര്യം പോലും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർക്കിടയിൽ സംസാരിക്കാനും വ്യക്തമായി പല കാര്യങ്ങൾ പറയാനും, അതായത് ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യൽ, ആ സംസാരത്തിലാണെങ്കിലും ശരി, തമ്മിലടിയിലാണെങ്കിലും ശരി, തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി വി ഡി സതീശനെ തോന്നിയിട്ടുണ്ട്. അത് ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുക. അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പേഴ്സണൽ അഭിപ്രായം എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത്. എന്നാൽ ഈ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച്, കെ സി വേണുഗോപാൽ ഇപ്പം കേരളമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്. ഈ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതെല്ലാം ഇറക്കാനായിട്ടിരിക്കും. ഇനിയിപ്പോൾ കേന്ദ്രത്തിലായിട്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, നിങ്ങൾക്ക് എന്തിനാണ് കേന്ദ്രം? ഞാൻ ആലോചിക്കാം, നിങ്ങൾക്ക് ഈ സോണിയാഗാന്ധി അവരുടെ ഗാന്ധി കുടുംബം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അവരെ കൊണ്ടുപോലും ഇന്ത്യയെ പിടിച്ചു കെട്ടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ നേതൃത്വം വമ്പൻ തോൽവിയും പരാജയമാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തിനാണ് ഈ ഗാന്ധി കുടുംബം നിങ്ങൾക്ക് വേണ്ട? നിങ്ങൾ കേരളത്തിലേക്ക് മാത്രം വരിക, ആ ഗാന്ധി കുടുംബത്തിനെ അങ്ങ് ചവിട്ടി അങ്ങൊരു സൈഡിലോട്ട് മാറ്റുക. ആവശ്യമില്ല. കാരണം അവര് ഭൂലോക തോൽവിയാണെന്നും ആ നേതൃത്വം വഹിക്കുന്ന രാഹുൽ ഗാന്ധി പരമ തോൽവിയാണെന്നും കാണിച്ചു തന്ന്, തെളിയിച്ചു തന്ന്, 2014 മുതൽ 2026 വരെ തെളിയിച്ചു തന്നെയാ. അങ്ങും അല്പം നീല ഉണ്ടായിരുന്ന നീല മൊത്തം ഇപ്പൊ വിചരംഭിച്ച് 22 മുഖ്യമന്ത്രിമാരായി ഇപ്പൊ BJP കേരളത്തിലുള്ളത്, അല്ലെ NDAക്ക് നിൽക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ബലം കൊണ്ടാണേ, അപ്പൊ നേതൃത്വ മുന്നണിയുടെ ബലം കൊണ്ടാണേ. ഖാർക്കെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളത് മാറ്റുക. കേരളത്തിൽ മാത്രം ഒതുങ്ങുക. ഈ പിണറായി വിജയനെ പോലെ ഒരു നേതാവ്, അതെ പറയാനുള്ള കാരണം, പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് അപ്പുറമില്ല ഇപ്പുറമില്ല. അത് തന്നെയാണ് അവർക്ക് തോക്കാനുള്ള കാരണം, നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ഒരു നേതൃത്വത്തിൽ ഒരാളുടെ വാക്ക് പറഞ്ഞാൽ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന ആക്കിലേക്ക് മാറ്റണം. ഈ അല്ല നിങ്ങൾക്ക് ഈ മേളയിൽ പോയിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ടും സോണിയാഗാന്ധിയെ കൊണ്ടും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടും നിങ്ങൾക്ക് 1 രൂപയുടെ അരി കിട്ടാൻ പോകുന്നില്ല. ഉള്ള സീറ്റെങ്ങാണോ ഇനി പോകത്തതേ ഉള്ളൂ. അപ്പൊ ആ ഒരു നേതൃത്വ നിലയിലേക്ക് മാറി നിന്ന് കേന്ദ്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു കെ സി വേണുഗോപാൽ. അദ്ദേഹത്തെ ഇനി മുഖ്യമന്ത്രിയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിന് എത്രത്തോളം ചെലവായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു വീഡിയോ കാണിക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രി കെ സി വേണുഗോപാൽ ആവുകയാണെങ്കിൽ എങ്ങനെയാണ് ലീഗലി ആവുക? ബിക്കോസ് അദ്ദേഹം MLA അല്ലല്ലോ, MP അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ആലപ്പുഴയുടെ MP ആണ് കെ സി വേണുഗോപാൽ. അദ്ദേഹത്തിന് CM ആവുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ CM ആയി കഴിഞ്ഞാൽ വിത്തിൻ 6 മന്ത്സിനുള്ളിൽ അദ്ദേഹം നിയമസഭയുടെ ഒരു MLA ആവണം. ഇപ്പൊ അദ്ദേഹം MLA ആവാത്തതുകൊണ്ട് UDF-ലെ ഒരു MLA രാജിവെച്ച് അവിടെ ബൈ ഇലക്ഷൻ നടത്തി കെ സി വേണുഗോപാൽ ജയിച്ചാൽ മാത്രമേ CM ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം അങ്ങനെ MLA ആയി കഴിഞ്ഞാൽ ഇവിടെ MP സീറ്റ്സിൽ വേക്കൻസി വരും. ദാറ്റ് മീൻസ് ആലപ്പുഴയിൽ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? MPക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇങ്ങനെ ആയാൽ മാത്രമേ കുറെ കാലത്തേക്ക് കെ സി വേണുഗോപാൽ കേരളത്തിലെ CM ആയി തുടരാൻ പറ്റുകയുള്ളൂ. ആവോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു നിയമം പറഞ്ഞു മാത്രം. നിയമം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യം കേരളത്തിൽ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും തെരഞ്ഞെടുപ്പ് നടത്തി, ഇത്രയും ചെലവുകൾ ചെയ്ത്, എനിക്കൊന്ന് ചാണ്ടിയുമ്പം പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് കിട്ടിയ ചെലവിൽ 1 കോടി രൂപയ്ക്കകത്ത് 20 ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. ബാക്കി 70 ലക്ഷം രൂപയും ജനങ്ങളുടെ ഫണ്ടിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുപോലെ അത്രയും രൂപ ചെലവ് നടത്തി ഒരു ഇലക്ഷൻ നടത്തുകയും അതിനകത്ത് 102 സീറ്റ് കൃത്യമായിട്ട് ഇവർക്ക് കിട്ടുകയും അതിൽ വിജയിച്ച് നിൽക്കുന്ന അതിലൊരാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്നതല്ലേ നല്ലത്? അല്ലാതെ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വീണ്ടും ഒരു ഇലക്ഷൻ, അവിടെ ഒരാളെ നിർത്തുന്നു, ജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ മാറ്റുന്നു, അവിടെ മറ്റൊരാളെ നിർത്തുന്നു, അയാൾ ജയിക്കുന്നു, നോക്കുന്നു. തോൽവിയല്ലേ? അതായത് അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഒരാളെ മാറ്റുമ്പോഴത്തേന് ബാക്കി 101 MLA-മാർക്കോ അല്ലെങ്കിൽ ജയിച്ചിട്ടുള്ള 102 MLA-മാർക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ഒരു ക്വാളിറ്റി ഇല്ല എന്നല്ലേ ആ രണ്ടാമതൊരു ബൈ ഇലക്ഷൻ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം? അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്ന ഒരു കാര്യം. ഓക്കെ, ഇത് പല ആൾക്കാരും ഇവരുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തല നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നേതൃത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്, സീനിയറാണ്. അതായത് AK ആന്റണി ആ നിന്നിരുന്ന സമയത്തൊക്കെ തന്നെ സീനിയറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യം കേട്ട് വന്നിട്ടുള്ളത് AK ആന്റണിയുടെ പേര് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്ന് തന്നെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ളതാണ്, അയാൾക്ക് കൊടുക്കണം. സീനിയർ ആയിട്ടുള്ള ആളല്ലേ, ആ ആൾക്ക് ഇത്ര വർഷം കൊടുക്കുക. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ, പ്രവർത്തന മികവ് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അത്ര ഒരു പരിജ്ഞാനം കാണൂല അതിനകത്ത്. ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് വി ഡി സതീശനാണെന്നും അതുകൊണ്ട് സ്വാഭാവികമായി ആ പദവിക്ക് ഒരു സ്വാഭാവിക നീതി എന്നുള്ള രീതിയിൽ സതീശനാണെന്ന് അർഹൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശന് വേണ്ടി വലിയ മുറവിളിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ വിഷയം. പക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. അത് നല്ലൊരു തീരുമാനം. അതിനകത്ത് രമേശ് ചെന്നിത്തലയുടെ ഞർക്ക് വീണാലും
നമുക്ക് പേഴ്സണലി വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അദ്ദേഹം അതിനകത്ത് വരാനായിട്ടൊരു അർഹനാണ്. ഈ പറഞ്ഞ ചെന്നിത്തലയിൽ നിന്ന് ജയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അല്ലാതെ വീണ്ടും ഒരു ബൈ ഇലക്ഷൻ നടത്തേണ്ട ഒരു ആവശ്യം ഇതിനകത്തില്ല. ഇതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പം കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ജയിക്കാൻ ഇടയുണ്ടായ സാഹചര്യം, അതിനകത്തൊരു നേതൃത്വ മുന്നണി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോഴത്തേന് ഇവർ പറയുന്നൊരു കാര്യം, VD സതീശന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് ഇപ്പൊ ഇവർക്ക് ഇത്രയും സീറ്റ് കിട്ടിയെന്ന് പറയുന്നൊരു കാര്യം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാണെന്നുണ്ട്? എന്ത് പ്രവർത്തനം? ആരുടെ പ്രവർത്തനം? ഈ പറഞ്ഞ VD സതീശനോ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ തുടങ്ങിയ ഒരു വ്യക്തികളുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് വരേണ്ടതല്ലേ? എന്തുകൊണ്ട് വന്നില്ല? രാഹുൽ മാങ്കൂട്ടം കാണിച്ചതിനെക്കാട്ടിലും മികവുറ്റ പ്രവർത്തനം നെഗറ്റീവുകളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ, അതല്ല നേതൃത്വ മികവ് കൊണ്ടൊന്നും ജയിച്ചൊരു കാര്യമൊന്നുമില്ല. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കേൾക്കുന്ന എനിക്ക് തന്നെ എന്തോ ഒരു നാണക്കേടായിട്ട് തോന്നുന്നു കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്ത്, അതായത് സംഘടിപ്പിക്കുന്ന ഒരു റാലി, രാത്രി പന്തം കൊളുത്തി പട, എന്തിനു വേണ്ടിയിട്ട്? മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യാനായിട്ട്. രാത്രി നിങ്ങൾ പന്തം കത്തിച്ചാണ് മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. മേഖലയിലുള്ള നേതാക്കൾ ഭാഗമായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഗോകുൽ, എന്തായാലും നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. AICC നിരീക്ഷകരും അവർ MLA മാരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള നേതാക്കളെയും ഘടകകക്ഷി നേതാക്കളെയും ഒക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. എന്തായാലും അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ ഒരു ശക്തി പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പന്തം കൊളുത്തി പ്രകടനം പമ്പാവാലി ടൗണിൽ നടന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പഞ്ചായത്ത് മെമ്പർ മാത്യു ജോസഫ് അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്, VD സതീശന് വേണ്ടിയും അതുപോലെ തന്നെ KC വേണുഗോപാലിന് വേണ്ടിയും പ്രവർത്തകർ രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വ്യാപകമായി KC വേണുഗോപാലിന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഒരു വശത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VD സതീശനെ പിന്തുണച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനവും വന്നിരിക്കുന്നത്. ഇന്നലെ പാലായിലെ പള്ളിയിൽ ഒരു മാസവണക്ക പ്രാർത്ഥനയ്ക്ക് വേണ്ടി VD സതീശൻ. എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ഇതൊന്ന് ആലോചിച്ച് നോക്കട്ടെ. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് എന്ത് വിലയാ ഉള്ളത്? അവരെന്തു ആഗ്രഹിച്ചത്? നിങ്ങൾ എന്തിനാ വോട്ട് ചെയ്തത്? ഇവന്മാരെ തമ്മിലടി കാണാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, എന്തുവാ ഉദ്ദേശിക്കുന്നതിന്. അതൊന്നും അടുത്ത് നോക്കാം. പ്രിയപ്പെട്ട VD സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കറ്റിൽ, പ്രിയങ്കരനായ വളരെ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള കുറച്ചധികം നേതാക്കൾ ജനങ്ങളെ ഭരിക്കാനായിട്ട് വരുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ. മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെയാണ് വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. എറണാകുളം പെരുമ്പാവൂരിലും തൃക്കാക്കരയിലും കോട്ടയത്തും പാലായിലും ആലപ്പുഴയിലും KC വേണുഗോപാലിനായി ഫ്ലക്സുകൾ ഉയർന്നു. തൃക്കാക്കര വള്ളത്തോൾ ജംഗ്ഷനിലും KCക്കായി ഫ്ലക്സുകൾ സ്ഥാപിച്ചു. VD സതീശനും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഫ്ലക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോട്ടയത്ത് DCC ഓഫീസിന് സമീപത്തും നഗരത്തിലും പാലായിലും സമാനമായ രീതിയിൽ KCക്കായി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിൽ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് ദ റിയൽ ലീഡർ എന്ന് ബോർഡ് വെച്ചത്. വയനാട് മേപ്പാടി പള്ളിക്കവലയിലെ കോൺഗ്രസ് എന്ന പേരിലാണ് VD സതീശനായി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. VD സതീശന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുമായി കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് UDF ആഹ്ലാദ പ്രകടനം നടത്തി. പട നയിച്ചവൻ നാട് നയിക്കും, നിലപാടുകളുടെ രാജകുമാരൻ തുടങ്ങിയവയാണ് ഫ്ലക്സ് ബോർഡിലെ വിശേഷണം. കണ്ണൂർ പയ്യന്നൂർ വെള്ളൂരിൽ നിയുക്ത MLA V കുഞ്ഞികൃഷ്ണന്റെ വാർഡിലും മട്ടന്നൂരിലും VD സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നയിക്കട്ടെ എന്നാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. പത്തനംതിട്ടയിലും പെരുമ്പാവൂരിലും കോഴിക്കോടും കൊല്ലം ചിന്നക്കടയിലും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. കേരളത്തെ നയിക്കാൻ രമേശ് ചെന്നിത്തല എന്നാണ് തലവാചകം. പ്രവർത്തകരുടെ മനസ്സറിയുന്ന നേതാവ് കേരളം നയിക്കട്ടെ എന്ന തലക്കെട്ടോടെയാണ് ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. കേരളത്തിന്റെ സ്പന്ദനമറിയുന്നവൻ കേരളം നയിക്കട്ടെ എന്ന തലക്കെട്ടോടെ പത്തനംതിട്ട DCC ഓഫീസിന് മുന്നിലും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു.
അതേസമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല ഹൈക്കമാൻഡ് ആണെന്നും ഫ്ലക്സുകളല്ല മാനദണ്ഡമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? കേരളത്തിനെ കോൺഗ്രസ് പാർട്ടി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇങ്ങി തിരുവനന്തപുരം കൊല്ലം സൈഡിലേക്ക് വരുമ്പോഴത്തേന് രമേശ് ചെന്നിത്തല, നടുക്കണ്ടത്തില് KC വേണുഗോപാല്, അങ്ങ് അറ്റത്ത് തലപ്പക്കത്തേക്ക് വരുമ്പോഴത്തേക്കിന് VD സതീശൻ. ഇങ്ങനെ കേന്ദ്രീകരിച്ചാണ് ഈ സാധനം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം നല്ല ക്വാളിറ്റിയാണ് ഇവർക്കിടയിലുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ ഭയങ്കര അടുപ്പമാണെന്നാണ് ജനങ്ങൾക്കിടയിലൊക്കെ കാണിക്കുന്നത് കേട്ടോ. നൂറ്റാണ്ടിൽ ഒരു തവണ മാത്രം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാനായിട്ട് കഴിയുന്ന ഒരു അവസരമായിരിക്കും കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ചപ്പോഴത്തേക്കിന് അവർ കേക്ക് മുറിച്ച് അവതരിച്ച് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്നൊരു കാര്യം. ഇപ്പൊ കൈയടിച്ച ജനങ്ങളുണ്ടല്ലോ, ഇതേ ജനങ്ങൾ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അതേ അനുയായിയുടെ കർണക്കുറ്റിക്ക് നോക്കി അടി കൊടുക്കാനും മടിക്കാത്ത വ്യക്തികൾ കേട്ടോ. അത് ദിനം പ്രതി കോൺഗ്രസ് പാർട്ടി തെളിയിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു നേതൃത്വമില്ല, നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് സംസാരിക്കാനായിട്ട്, ജനങ്ങളുടെ കാര്യങ്ങൾ തീർപ്പാക്കാനും ഒരു തമ്മിലടി ഉണ്ടാകാത്ത വ്യക്തമായിട്ടൊരു നേതാവ്, അതായത് ആ നേതാവ് പറയുമ്പോഴത്തേക്കിന് ബാക്കി അണികൾ അടങ്ങണം, അണികൾ ആ നേതാവ് പറയുന്നതിന്റെ അപ്പുറം പോകരുത്. അങ്ങനെ ഒരു ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു വ്യക്തിയെ സെലക്ട് ചെയ്ത് എടുക്കുക. എന്തായാലും ഇവർ ഈ തമ്മിത്തല്ല് കാരണം ഒരു മുഖ്യമന്ത്രി ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആള് പറയുന്ന കാര്യങ്ങളല്ല ഇവർ കേൾക്കുന്നത്, കൺഫേം ആണ്. ഒരിക്കലും ആ ആള് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇവർ പോകാതിരിക്കുന്ന വ്യക്തികളല്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ വേണം. ഇനിയിപ്പോ നമുക്ക് അങ്ങനെയുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു കൊച്ചു ജനിച്ചു വേണം ഇനി മുന്നിലേക്ക് വരാൻ. അല്ലാതെ നിലവിലുള്ള ആൾക്കാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇവരെ സംബന്ധിച്ച് കതറിട്ടവരെല്ലാം നേതാവാണ്. 4 പേര് കൂടുന്നിടത്തൊരു നേതാവ് കാണും ഇവർക്ക്, 3 പേര് കൂടുന്നിടത്ത് ഒരു അര നേതാവെങ്കിലും കാണും. ഇങ്ങനെയാണ് ഇവരുടെ ഈ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ഭരണത്തിലേക്ക് വരുന്നു, ഇവർ എങ്ങനെയാണ് ഇത്രയധികം സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്ന 2 പ്രതിപക്ഷം ഉണ്ടല്ലോ, ഒന്നിനും BJPയും കാണും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാണും. ഈ BJPയെ സംബന്ധിച്ച് നല്ല വ്യക്തമായ ഫണ്ടുണ്ട്. കേരളത്തിലേക്ക് ഇനി കേന്ദ്രത്തിൽ നിന്ന് നല്ല ഫണ്ട് ഇറങ്ങും. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ബംഗാൾ കഴിഞ്ഞ് ഇനി നോക്കണ്ട, അവിടുന്ന് നേരെ ഇനി കേരളത്തിലേക്കായിരിക്കും കണ്ടുവരാൻ പോകുന്നത്. ഇനി കേരളവും കൂടെ ഈ പറയുന്ന ഓറഞ്ച് ആക്കുക എന്നുള്ളൊരു ഒറ്റ സാധനത്തിലായിരിക്കും വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇടാൻ പറ്റുന്ന ഒരു കാര്യം എന്ന രീതിയിൽ അവർക്ക് 3 MLA-മാരെ നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഈ 3 പേർക്കും കൂടെ അവരൊരു 3500 കോടി വെച്ച് അങ്ങോട്ട് കൊടുക്കുവാണെന്നുണ്ടല്ലോ, ഈ സാധനമൊക്കെ മാറും. നിങ്ങളെ 102 പേര് മുക്കറയിട്ട് ഉണ്ടാക്കുന്നതിന്റെ അപ്പുറം BJPയുടെ 3 MLA-മാര് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഈ സാധനം ഇവിടെ ഒന്ന് വീഴും. കാരണം ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ ബംഗാളിൽ ഇതുപോലെ അവർക്ക് ആദ്യം 3 എണ്ണം കിട്ടിയത്. മമതാ ബാനർജി കയറി എന്നൊരു സമയം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? 3 എണ്ണത്തിൽ നിന്ന് അവർ 300-ലേക്ക് എത്തിയില്ലേ? അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യും? അതാ നടക്കാൻ പോകുന്നത്. അവിടെയും മാറി, ഇവിടെയും മാറി, എല്ലായിടവും മാറി. പ്രവർത്തന ഫലം കൊണ്ടാ. അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരു നേതാവില്ല. അതായത് ഒരു ക്വാളിറ്റിയോട് കൂടി പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാനും അത് അനുസരിക്കാനും പാകത്തിലുള്ള അണികളല്ല അവിടെ നിൽക്കുന്നത്. അത് തന്നെയാണ് ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് നല്ല രീതിയിലൊക്കെ വരട്ടെ, കണ്ടറിയാം. എന്തായാലും അടി എപ്പോഴും കാണും. ഒന്നെങ്കിൽ നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയെ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ചിരിക്കാനുള്ള വകുപ്പ് ഭരണകക്ഷി തന്നെ നമുക്കിടയിലേക്ക് ഉണ്ടാക്കി തരും. ശരിയെന്നാ.